അങ്ങനെ ഇന്ന് സ്വിറ്റ്സർലാൻഡിൽ ജനീവയിൽ വെച്ച് നടത്താനിരുന്ന US ഇറാൻ കരാർ തൽക്കാലം മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ സിഗ്നേച്ചറും അല്ലെങ്കിൽ ഒരു ഫേസ് ടു ഫേസ് മീറ്റിങ്ങും ആയിരുന്നു പറഞ്ഞിരുന്നത്. അത് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തു എന്നിപ്പം സ്വിറ്റ്സർലാൻഡ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് പിന്മാറി എന്ന് പറയപ്പെടുന്നത് അമേരിക്കയാണ് ഇതിൽ നിന്ന് മാറി, അല്ലെങ്കിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാനിയൻ സംഘവും അവിടെ എത്തിയിട്ടില്ല. ഇതിലാരാണ് യഥാർത്ഥത്തിൽ ഈ കരാറിൽ നിന്ന് മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ അവസാന നിമിഷത്തെ ഈ ഒരു പിന്മാറ്റം എന്താണ് എന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ പലതും പറയുന്നത് ഇന്നലെ രാത്രി മുതൽ ഇസ്രായേലിൻ്റെ ആക്രമണം, ലെബനിലോട്ടുള്ള ആക്രമണം വളരെ രൂക്ഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി ഇന്നലെ 16 പേരെ ഒരു സിവിലിയൻ ഏരിയയിലോട്ട് വീണ്ടും ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നിട്ടുണ്ട്. അവിടെ മരിച്ച 16 പേരുടെ ഇമേജസും അവരുടെ ഡീറ്റെയിൽസും ഒക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഹിസ്ബുള്ള തിരിച്ചടിച്ചതിൽ 4 ഇസ്രായേലി പട്ടാളക്കാർ മരിച്ചു എന്നുള്ള കൺഫർമേഷനും വരുന്നുണ്ട്. ഓൾറെഡി ഇന്നലെ തന്നെ പല പ്രാവശ്യം ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഇതുണ്ടായിരുന്നു, അതായത് പ്രസ്താവനകളുണ്ടായിരുന്നു. നിങ്ങൾ ബാക്കി എല്ലാം ഓക്കെ, പക്ഷേ ലെബനോൻ്റെ മേലെ ഇപ്പോഴും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ആക്രമണം നടക്കുകയാണെങ്കിൽ ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ആകത്തുക ഇപ്പോൾ ഇന്ന് രാവിലെ വന്ന ഈ ഒരു വാർത്തയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഈ കരാർ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. കാരണം ലെബനോനിലോട്ട് രൂക്ഷമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഒരു രീതിയിലും ഇസ്രായേൽ ഈ ഒരു കരാറിന് സപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ഈ കരാറിന് ഏത് രീതിയിലും അമേരിക്കനെ ഇറാനെയും പിന്മാറ്റിക്കും, എങ്കിലേ അവർക്ക് യുദ്ധമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്നിപ്പം രാവിലെ ഇസ്രായേലി ഡിഫൻസ് മിനിസ്റ്റർ ബെൻ ഗുറിയൻ്റെ ഒരു പ്രസ്താവന വന്നിട്ട് നമ്മളത് കേട്ട് കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും എത്രത്തോളമാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ ഇറാൻ എന്ന രാജ്യത്തെ സകല ആളുകളെയും കൊന്നു തീർക്കണം എന്നുള്ള ചിന്ത എത്രത്തോളമാണെന്നുള്ളത് ഈ ഒരൊറ്റ പോസ്റ്റിൽ നിന്ന് മനസ്സിലാവും. ഇതിൻ്റെ ഒരു ഉള്ളടക്കം ഞാൻ പറഞ്ഞു കേട്ടോ. അതായത് ഒരു ഇസ്രായേലി അമ്മയുടെ കണ്ണുനീർ തുള്ളിക്ക് പകരമായിട്ട് 1000 ലെബനീസ് അമ്മമാർ കരയണം. ഇങ്ങനെയാണ് ആ ഒരു പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ. കാരണം ലെബനൻ മുഴുവൻ കത്തി എരിക്കണം എന്നാണ് ഈ പോസ്റ്റിൻ്റെ തുടക്കം. അതായത് അമേരിക്കക്കാരോടുള്ള എല്ലാ ആദരവോടും കൂടി പറയട്ടെ, നമ്മുടെ മക്കളുടെ രക്തവും നമ്മുടെ പൗരന്മാരുടെ സുരക്ഷിതത്വവും അത്ര നിസ്സാരമല്ല എന്ന് ഇസ്രായേൽ ലോകം മുഴുവൻ വ്യക്തമാക്കി കൊടുക്കണം. ലെബനൻ മുഴുവൻ കത്തിയെരിയണം. ഇസ്രായേലിലെ പൗരന്മാരെയും അതുപോലെ IDF സൈനികരെയും സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ പരമപ്രധാനമായിട്ടുള്ള കടമ. ഈ പ്രതിബദ്ധത മറ്റെല്ലാ പരിഗണനകൾക്കും മുകളിലാണ്. നമ്മുടെ സ്വകാര്യ കൂടിക്കാഴ്ചകളിൽ പോലും ഞാൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇസ്രായേലി അമ്മയുടെ ഓരോ കണ്ണുനീർ തുള്ളിക്കും പകരമായിട്ട് 1000 ലെബനീസ് അമ്മമാർ കരയണം. ഈ പിങ് പോങ് കളി ഇനി മതിയാക്കണം. മിഡിൽ ഈസ്റ്റ്, അത് മധ്യപൂർവേഷ്യയിലെ അളന്നുകുറിച്ചുള്ള പ്രതികരണങ്ങൾ, അതായത് ഗൾഫ് രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ കൊണ്ട് ആത്മസംയമനം കൊണ്ടോ വിജയിക്കാനാകില്ല ഈ ഒരു യുദ്ധം. നിങ്ങൾ ആഞ്ഞടിക്കുക തന്നെ വേണം, തകർത്തെറിയണം, ഭീകരതയെ അട്ടിമറിക്കണം. അതായത് ഇത്രയും കാലങ്ങളായിട്ട് ഇറാൻ ഈ പറഞ്ഞ ഒരു രാജ്യങ്ങളിലോട്ടും ഇറാനായിട്ട് ആക്രമിച്ചിട്ടില്ല. പല പ്രാവശ്യങ്ങളായിട്ട് ഇസ്രായേലും അമേരിക്കയും ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഇറാൻ അത് പ്രതിരോധിച്ചിട്ടുണ്ട്, തിരിച്ചടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു അവസാന നിമിഷത്തിൽ ഈ യുദ്ധം വന്ന് നിൽക്കുന്ന സമയത്തും ഇതാണ് ഒരു ഇസ്രായേലി ഗവൺമെൻറ്റിലെ ഒരു മന്ത്രിയുടെ താല്പര്യം. അതായത് ലെബൻ കത്തിരിഞ്ഞണം. അതായത് ലെബനിലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഇപ്പം ഇസ്രായേലിനെതിരെ തിരിയുന്നത് എപ്പോഴാണ്? ഈ ഒരു യുദ്ധവര സമയത്താണ് ഇവർ തിരിഞ്ഞ് അടിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പം ഇന്ത്യയിൽ ഈ ഭീകരാക്രമണങ്ങൾ പല നടക്കാറുണ്ടല്ലേ, അത് പാകിസ്ഥാനിലെ പല ഭീകര ശക്തികളുമാണ് ഇന്ത്യയിൽ വന്ന് ആക്രമിക്കാറുള്ളത്. നമ്മൾ തിരിച്ച് ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ആക്രമിക്കും. അതായത് എവിടെയാണോ ഈ ഭീകരരുള്ള അവരെ പോയി നമ്മൾ ആക്രമിക്കും. പക്ഷേ അതിന് പകരം നമ്മൾ മൊത്തം പാകിസ്ഥാനിലോട്ട് ബോംബിട്ട് നമ്മൾ പറയുകയാണ് ഇന്ത്യയിലെ ഓരോ കണ്ണീരിനും പകരമായിട്ട് മൊത്തം പാകിസ്ഥാൻ കത്തിയേരിയണം. നമ്മുടെ ഒരു ഗവൺമെൻറ് ഇതുവരെ പറഞ്ഞിട്ടുമില്ല, നമ്മൾ അങ്ങനത്തെ ഒരു പോളിസി എടുക്കാറില്ല. അതാണ് പോളിസി. അതിന് പകരം ഇവർ കയറി ഇറാൻ അങ്ങോട്ടടിച്ച് ഇറാനിലെ ആളുകളെ കൊന്നൊടുക്കി അതിനെ തിരിച്ച് ഇറാൻ അടിക്കും, ഇറാൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആളുകൾ കണ്ടെങ്കിൽ അവരെ രാജ്യം തന്നെ അങ്ങ് കത്തിയിരിക്കണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇസ്രായേൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരുടെ ഉള്ളിലെ ഭീകരത എത്രത്തോളമാണ്, യഥാർത്ഥ ഭീകരവാദി തീവ്രവാദികൾ അല്ലെങ്കിൽ മനുഷ്യത്വമില്ലാത്ത വാദികൾ ആരാണെന്നുള്ളത് ഈ ഒറ്റ ഇന്നത്തെ പോസ്റ്റിൽ നിന്ന് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് തിരിച്ച് വ്യക്തമായിട്ടുള്ള മറുപടി ഇറാൻ കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോർട്ട് ഹെഡ് ഇപ്പം അതിനുള്ളൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. മുഹമ്മദ് ബാഗറാണ് ഇതിനുള്ള റിപ്ലൈ കൊടുത്തിട്ടുള്ളത്. ഇതിനുള്ള റിപ്ലൈ എന്നല്ല, ഇദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പോസ്റ്റാണ്, ഏറ്റവും ലേറ്റസ്റ്റ് പോസ്റ്റാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് കരാറിൻ്റെ നടപ്പാക്കൽ, അതായത് മുസ്തഫ കാംനി, ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള മുസ്തഫ കാംനി തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം, കരാറിലെ വ്യത്യസ്തങ്ങളും നിർബന്ധങ്ങളും പൂർണ്ണമായിട്ട് നടപ്പാക്കുക എന്നതാണെന്ന് ഇറാൻ്റെ സുപ്രീം ഹെഡ് ഇപ്പം പറഞ്ഞിട്ടുണ്ട്. ഇനി അതിലുള്ള മറ്റ് ചില കാര്യങ്ങളുണ്ട്. ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പും കൂടെ കൊടുക്കുക എന്നുള്ളതാണ്. എതിർപക്ഷം കരാർ ലംഘിക്കുകയോ, അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞ 14 പോയിന്റ് ലംഘിക്കുകയോ അതല്ലെങ്കിൽ മോശം നിലപാട് സ്വീകരിക്കുകയോ ചെയ്യൽ. വളരെ മോശമായിട്ടുള്ള നിലപാടുകളാണ് എതിർ വിഭാഗങ്ങൾ സ്വീകരിക്കുക. അതിൽ അമേരിക്ക മാത്രമല്ല ഇസ്രായേലും ഇതിൽ വരും കേട്ടോ. അങ്ങനെയാണെങ്കിൽ
അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, അതായത് ഈ പറഞ്ഞതിൻ്റെ കൂടുതലുള്ള മറ്റ് പുതിയ ആവശ്യങ്ങളും കൂടെ ഇതിലോട്ട് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ശത്രുവിനെ കനത്ത തിരിച്ചടി നൽകാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. യാതൊരു മടിയും ഞങ്ങൾ അതിന് കാട്ടുകയില്ല. ഞങ്ങളുടെ വിരലുകൾ എപ്പോഴും കാഞ്ചിയിൽ ഉറച്ചു തന്നെ നിൽക്കുന്നത്. മുൻപ് നടന്ന യുദ്ധത്തിനിടയിൽ അവർക്ക് ഒരിക്കൽ ശക്തമായിട്ടുള്ള പ്രഹരം ലഭിച്ചിട്ടുള്ളതാണെന്നും അതേ വഴിയല്ല അവർ വീണ്ടും സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിലും കടുത്ത പ്രഹരമായിരിക്കും ഇത്തവണ ലഭിക്കുക എന്നതും കൂടെ പുള്ളി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് കരാറ് പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിയുള്ള കാര്യങ്ങൾ പറയണം. അതേസമയത്ത് ലെബനോനെ പോലത്തെ രാജ്യത്തിന് ഇനിയും അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തിരിച്ച് പണ്ടുള്ളതിനേക്കാളും ഒരു മടങ്ങ് ഇരട്ടി ഞങ്ങൾ യുദ്ധം ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നാണ് ഈ ഒരു പ്രസ്താവനയിൽ കൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഒരു കാര്യം വ്യക്തമാണ്, നല്ല രീതിയിൽ കരാർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേൽ സമ്മതിക്കില്ല. അതിനു വേണ്ടിയിട്ട് ഏത് കളിയും ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കും. ഇതേ സമയത്ത് തന്നെ മുസ്തഫ കാംനിയുടെ ഒരു സന്ദേശം ഇറാൻ ജനതയ്ക്ക് ഇപ്പം വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ വന്നതാണ്. അതിൻ്റെ ഒരു ഉള്ളടക്കം കൂടെ നമുക്ക് പറയാം. കാരുണികനായ ദൈവത്തിൻ്റെ നാമത്തിൽ ആവേശഭരിതവും വിശ്വാസപൂർവമായിട്ടുള്ള ഇറാനിയൻ ജനതയോട്, നിങ്ങൾ ഇതിനകം അറിഞ്ഞിരിക്കുമല്ലോ, ഇറാൻ യുണൈറ്റഡ് സ്റ്റേറ്റ് പ്രസിഡന്റുമായിട്ട് ഒരു ധാരണാപത്രം ഒപ്പുവെച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഒത്തുചേരുന്നതിനുള്ള വഴിയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആത്മാർത്ഥമായിട്ടും ആശങ്കയോടെയും നല്ല ഉദ്ദേശത്തോടും വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റിന് നിരാശ പൂണ്ട ഒരു കാര്യത്തിനായി വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. തത്വത്തിൽ എനിക്ക് ഇതിൽ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. എങ്കിലും ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ തലവൻ എന്ന നിലയിൽ ഇറാൻ ജനതയോടും പ്രതിരോധ മുന്നണികളോടും അതായത് മറ്റ് പ്രോക്സി ഗ്രൂപ്പുകളോടും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് തനിക്ക് മറ്റ് അംഗങ്ങൾക്കും വേണ്ടിയുള്ള പ്രതിജ്ഞാബദ്ധത എനിക്ക് ഉറപ്പു നൽകണം. അതിന് പൂർണ്ണ ഉത്തരവാദിത്വം വ്യക്തമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിന് അനുമതി നൽകി. അമേരിക്കൻ പക്ഷം അമിതമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചാൽ അവർ അതിന് വഴങ്ങുകയില്ലെന്നും അദ്ദേഹം വ്യക്തമായിട്ട് പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ നിമിഷം മുതൽ, അതായത് പ്രൗഢമായിട്ടുള്ള നിങ്ങളും ഈ വിനീതമായ ദാസനും പ്രസ്താവിച്ചിട്ടുള്ള വ്യവസ്ഥകളുടെ പൂർത്തീകരണത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. എന്നിരുന്നാലും ഭാവിയിൽ നടക്കാനിരുന്ന നേരിട്ടുള്ള ചർച്ചകൾ ശത്രുവിൻ്റെ കാഴ്ചപ്പാടുകളെ അംഗീകരിക്കുന്നതാണെന്ന് അർത്ഥമാക്കുന്നില്ല എന്നുകൂടെ വ്യക്തമാക്കുന്നു. നമ്മുടെ യജമാനൻ സർവശക്തനായിട്ടുള്ള ദൈവം, അദ്ദേഹത്തിന് ഉത്തരമായിട്ടുള്ള പുനരാഗമനം വേഗത്തിലാകട്ടെ. ശുഭകരമായിട്ടുള്ള പ്രാർത്ഥനകൾ. മാന്യരായിട്ടുള്ള ഇറാൻ ജനതയ്ക്ക് എല്ലാവിധ വിജയങ്ങളും നേട്ടങ്ങളും കൈവരിക്കുമെന്നും നമ്മൾ പ്രത്യാശിക്കുന്നു. അതായത് ഒരു കാര്യം വ്യക്തമായിട്ടാണ് പുള്ളി പറയുന്നത്, നമ്മൾ ഒരു സിഗ്നേച്ചർ നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇനി അങ്ങോട്ടുള്ള കൂടിക്കാഴ്ചകളിൽ ഇപ്പോൾ ശത്രു പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ടി വരികയാണ്. അതായത് അമേരിക്ക പറയുന്ന കാര്യങ്ങൾ, ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ടി വരികയാണ്. നമ്മളുടെ കാര്യങ്ങൾക്കുള്ള പൂർണ്ണ ഒരു സപ്പോർട്ട് ഇല്ല എങ്കിൽ നമ്മൾ വീണ്ടും യുദ്ധത്തിലോട്ട് പോകും. ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമല്ല ഇങ്ങനെ നിർത്തുക എന്നുള്ളത്. അതും കൂടെ വ്യക്തമാക്കുന്ന അയാളുടെ അഗ്രഷൻ എത്രത്തോളം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ചുമ്മാ ഇങ്ങനെ നിർത്തുക എന്നുള്ളതല്ലായിരുന്നു. പക്ഷേ മറ്റ് പല കാരണങ്ങളാലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റ് പ്രസിഡന്റിന് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രോക്സി ഗ്രൂപ്പിന് വേണ്ടിയിട്ടും ഞാനിതിന് ഓക്കെ പറയുകയാണ്. പക്ഷേ ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും പഴയതുപോലെ തന്നെ ആവും എന്നുള്ളൊരു പൂർണ്ണ മെസ്സേജ് ആയിരുന്നു ഇറാനിയൻ ജനതയ്ക്ക് മുസ്തഫ കാംനിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പം ഇതുവരെയുള്ള നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഇന്നലെ വരെ എന്ത് പറഞ്ഞു, ഇന്നലെ രാവിലെ എന്ത് പറഞ്ഞു, ഇന്നലെ വൈകിട്ട് എന്ത് പറഞ്ഞു, ഇന്നലെ പുലർച്ചയ്ക്ക് എന്ത് പറഞ്ഞു, ഇപ്പോൾ ഇന്ന് ഉച്ചയായപ്പോഴേക്കും വീണ്ടും ഈ പറഞ്ഞ കൂടിക്കാഴ്ചകളും എല്ലാം സ്റ്റോപ്പായിട്ടിരിക്കുകയാണ്. അതേ സ്ഥാനത്ത് പൂർണ്ണമായിട്ടുള്ള ആക്രമണം ലെബനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇറാൻ ഏത് രീതിയിൽ തിരിച്ചടിക്കും, അല്ലെങ്കിൽ ഈ ഒരു അമേരിക്ക ഇറാൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേലിന് വഴങ്ങി ഏത് രീതിയിലോട്ട് ഇനിയിപ്പോൾ ഈ കരാറ് മാറ്റിയെടുക്കും എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. ഏതായാലും പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ തരണം. മറ്റെല്ലാ സപ്പോർട്ടും തരാം. ബൈ.